അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പഴുത്ത ഏത്തമ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തൊലി ഒലിച്ചൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നീളത്തിന് ഒരു 5 പീസാക്കി നമുക്കൊന്ന് വയ്ക്കാം. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തിനി നമുക്ക് ഇതിനായിട്ട് ബാറ്റർ തയ്യാറാക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പാല്, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര, ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പാൻ എടുത്തിട്ട് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് മറിച്ചും തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ പാനിൽ തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ പഴം കൂടി ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇതൊന്ന് റോൾ ചെയ്തിട്ട് നമുക്കൊന്ന് എടുക്കാം. അങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലിട്ടൊന്ന് സെർവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.